ഓ വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിനൊരു കച്ചവടത്തെക്കുറിച്ച്. നമ്മുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിപ്പിക്കുന്ന നിലക്കുള്ള ചോദ്യം. ആ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ തുഞ്ചീകും മിൻ അദാബിൻ അലീം, മഹ്ശറിൽ വരാതിരിക്കുന്ന നമുക്ക് ഒരിക്കലും വേദന സഹിക്കാനാവാത്ത പെയിൻഫുള്ളായ വേദനാജനകമായ കത്തിയാളുന്ന നരകമില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങളുടെ മക്കൾക്ക് രക്ഷപ്പെടാം, കുടുംബങ്ങൾക്ക് രക്ഷപ്പെടാം, അതേ മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും രക്ഷപ്പെടാം. അങ്ങനെ അതിനെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ബിസിനസ്സിനാ നിങ്ങൾക്ക് ഇതാ അറിയിച്ചു തരട്ടെയോ. എന്നെ പടച്ച നിങ്ങളെ പടച്ച റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത്. സിറാത്തും അതുപോലെ തന്നെ മീസാനും അതേ അവിടുത്തെ ഹിസാബുമൊക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളോട് പറഞ്ഞു തരാം ചില വഴികൾ. ഇതാണ് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ളത്. ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ എന്ത് സന്തോഷം കിട്ടിയിട്ടും കാര്യമില്ല, അവിടെ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞതെന്താ, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിൽ നിങ്ങൾ ശരിക്ക് ഈമാൻ ഉള്ളവരാകണം. വറസൂലിഹി, ആ അല്ലാഹു നമുക്ക് നേരിട്ട് വന്ന് കാര്യം പറഞ്ഞു തരുന്ന സമ്പ്രദായമില്ല. അവൻ തെരഞ്ഞെടുക്കുന്ന നബിമാരിലൂടെ അതിൻ്റെ അന്ത്യമായ കർമ്മം നിർവഹിച്ചു പോയ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ ആ റസൂലിലും നിങ്ങൾ വിശ്വസിക്കൂ. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ മുത്ത് മുസ്തഫയെ സംബന്ധിച്ചുള്ള വിശ്വാസമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് നിങ്ങൾ അറിയാത്തവരോട് പഠിപ്പിച്ചു കൊടുത്ത്, ആരൊക്കെയുണ്ടോ ആരോടൊക്കെ എന്തൊക്കെ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുണ്ടോ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ത്യാഗം അവിടെ സഹിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ പിന്മാറല്ലേ. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യണേ.